ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മംഗളവാരം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു സിനിമ കാണാനുള്ള കാരണം എന്ന് പറയുന്നത് ട്രോൾ പേജസിലൊക്കെ ഗംഭീരമായിട്ട് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. അപ്പം എന്താണ് സംഭവം, അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു ക്യൂരിയോസിറ്റി മനസ്സിൽ വന്നു, എന്താണ് സംഗതി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ കണ്ട ഒരു സിനിമയാണ് മംഗളവാരം എന്ന് പറയുന്നത്. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഈ ഒരു സിനിമ കാണാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരു എന്താ പറയുക ഡ്രമാറ്റിക് സീരിയൽ പോലെയൊക്കെയാണ് തുടക്കത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു 10 മിനിറ്റിന് ശേഷം വണ്ടി അങ്ങോട്ട് ഗിയർ അങ്ങോട്ട് മാറുകയാണ്. ആ ഗിയർ മാറ്റുന്ന സമയം മുതൽക്ക് നമ്മൾ വളരെയധികം ക്യൂരിയസ് ആയിട്ട് എന്താണ് അടുത്തത് എന്നുള്ളത് ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കണ്ട് തീർക്കാവുന്ന ഒരു നല്ലൊരു അത്യാവശ്യം ഡീസന്റ് ത്രില്ലറായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് മംഗളവാരം തോന്നിയിട്ടുള്ളത്. ഈ ഒരു കഥ എന്ന് പറയുന്നത് സ്ഥിരം റിവഞ്ച് ടെംപ്ലേറ്റിൽ പെടുന്ന ഒരു കഥ തന്നെയാണ്. പക്ഷെ ഈ ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, റിവഞ്ചിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ കഥാപാത്രത്തിന്, അതായത് ഇതിൽ അഭിനയിച്ചിട്ടുള്ള മെയിൻ ലീഡ് റോളിൽ എത്തിയിട്ടുള്ള പായൽ രജപുത്ത് എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിന്റെ കഥാപാത്രത്തിന് ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. ഇംഗ്ലീഷ് സിനിമകളിൽ 1-2 സിനിമയിൽ ഞാൻ കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഞാൻ അങ്ങനെ കണ്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ ഒരു ഏരിയ അവര് ഇതിൽ പറഞ്ഞ് വെച്ച രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒപ്പം ഇമോഷണൽ സ്റ്റഫുകളും കൂടെ ചേരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് മേക്ക് ചെയ്യാൻ ഈ ഒരു സംവിധായകൻ അജയ് ഭൂപതിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അജയ് ഭൂപതി ഞാൻ ഇതുവരെ മുമ്പ് കേട്ടിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ പടങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിന്റെ ഒരു സിനിമ. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ദശരഥി ശിവേന്ദ്ര, ആളും ഗംഭീരമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫി എന്താ പറയുക, നമ്മൾ രംഗസ്ഥലമൊക്കെ കണ്ടിട്ടില്ല, ആ ഒരു പടത്തിന്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഉള്ള ചെറിയൊരു ടച്ചും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കളർ പാറ്റേണിലായി കഴിഞ്ഞാലും ഒരു എന്താ പറയുക ഇപ്പം നടക്കുന്നതും ഒരു 80s നടക്കുന്ന കഥകളൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആ 2 സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മ്യൂസിക് ബി അജനീഷ് ലോകനാഥ് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഇങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂഡുണ്ട്. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സ്പീഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, ലൈറ്റ് ആയിട്ടുള്ളതുണ്ട്, അങ്ങനത്തെ പല പരിപാടികളുണ്ട്. പാട്ടുകളും അത്യാവശ്യം നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു സിനിമ കണ്ടത് തമിഴിലാണ്. തമിഴിലും മലയാളത്തിലും കന്നഡയിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ഒരു 4-5 ഭാഷയിലുണ്ട്, ഹോട്ട്സ്റ്റാറിലുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ കണ്ട് പരിചയമുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ദിവ്യ പിള്ളയാണ്, അതുപോലെ തന്നെ രവീന്ദ്ര വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടർ ഇതിനു മുമ്പ് 1-2 സിനിമയിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും അധികം ആൾക്കാരെയും കണ്ടിട്ടില്ല. പിന്നെ അജയ് ഘോഷ് എന്ന് പറയുന്നതിൽ മൊട്ടയടിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ, അയാൾ മിക്കവാറും സിനിമയിൽ മൊട്ടയടിച്ചിട്ട് തന്നെയാണ് വരാറ്. ആ ഒരു ക്യാരക്ടറിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എല്ലാവരും കൊടുത്ത ക്യാരക്ടേഴ്സ് ബാക്കിയൊക്കെ പുതുമുഖങ്ങളാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ അജ്മൽ അമീർ വന്നിട്ടുണ്ട്, ഒരു 10-20 മിനിറ്റ് റോള്. ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ സ്ഥിരം ആള് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തും കാണിച്ചിരിക്കുന്നത്. പക്ഷെ കൊടുത്ത സാധനങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഇംഗ്ലീഷ് ലെക്ചറായിട്ട് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആള് മാത്രമല്ല എല്ലാവരും, ശ്രീതേജ ആണെന്നുണ്ടെങ്കിലും ചൈതന്യ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ദിവ്യ പിള്ളൈ, പ്രിയദർശി പുലികൊണ്ട എന്ന് പറയുന്ന ആക്ടർ, അതുപോലെ നന്ദിത ശ്വേത, ശ്രാവൺ റെഡ്ഡി, ദിവ്യ പിള്ളൈ, അതുപോലെ തന്നെ പായൽ രജപുത്ത്, ഓഫ് കോഴ്സ് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് ഈ ഒരു സിനിമ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സീനാണ് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ അജഗജാന്തരം എന്ന് പറയുന്ന സിനിമയോട് വളരെയധികം സാമ്യതയുള്ള ഒരു ഫൈറ്റ്. അതിൽ എഡിറ്റിംഗ് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. അതെനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. എഡിറ്റിംഗ് ഈ ഒരു സിനിമയ്ക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ ടോട്ടലി എടുത്തു പറയുകയാണെങ്കിൽ എന്താ പറയുക, തുടക്കം മുതൽ അവസാനം വരെ ഒരു ഡ്രമാറ്റിക് ഒരു ക്രൈം ത്രില്ലർ പോലെ പോയിട്ട് അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം ട്വിസ്റ്റുകൾ വരാനുണ്ട് കാര്യങ്ങളെന്നൊക്കെ. അത്യാവശ്യം 3-4 ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ 3-4 ട്വിസ്റ്റിൽ ഒരുവിധം ആൾക്കാർ സിനിമ കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഒരു ക്രൈം ത്രില്ലർ സിനിമകൾ കാണുന്നവരാണെങ്കിൽ ഇതിലത്തെ ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് ഓർമ്മയിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കുക അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അവസാനത്തെ ഒരു ട്വിസ്റ്റ് മാത്രം അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ വർക്കൗട്ട് ആയതാണ് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. പിന്നെ ഇത്തിരി അവിഹിതങ്ങളൊക്കെ കൂടുതലാണ് ഈ ഒരു സിനിമയ്ക്കകത്ത്. സെക്ഷുവൽ കണ്ടന്റ്സ് കുറച്ചുണ്ട്, പക്ഷെ ആരും കാണാൻ പാടാത്ത രീതിയിലുള്ള സംഭവങ്ങളാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ 2-2.5 മണിക്കൂർ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റാവുന്ന, ഞാൻ പറഞ്ഞില്ല ആ ഒരു പായൽ രജപുത്തിന്റെ ആ ഒരു ക്യാരക്ടറിന് ഒരു സവിശേഷതയുണ്ട്. അത് ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അതൊരു ആക്ട്രസും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം.
അറിയാം കണ്ടിട്ടുള്ളവരാണെങ്കിൽ. ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.